Morning. Good morning. കേൾക്കണല്ലേ? ഓക്കെ. രണ്ടു മൂന്ന് ദിവസമായല്ലേ നമ്മള് കണ്ടിട്ട്. ഏത് ചാപ്റ്റർ ഒക്കെ എടുക്കണേന്ന് നോക്കണ്ട, വായിച്ചു നോക്കല്ലേ നിങ്ങള്. ഇപ്പോ ഇതാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിൽ എത്തി നിൽക്കുവാണല്ലേ. പ്രിമിറ്റീവ് മെഷേഴ്സ് എഗൈൻസ്റ്റ് ഹസാർഡ്സ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. എല്ലാ പാർട്സും കഴിഞ്ഞില്ലേ നമ്മുടെ? ഇതൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കെതിരെ നമുക്ക് പ്രതിരോധ നടപടികൾ അതിന്റെ പോയിന്റ്സ് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ്? എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആണ്. ഒരു എമർജൻസി എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടു വരുന്ന ഡ്യൂട്ടീസ്, അസോസിയേറ്റഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, കാർഡിയാക് ട്രോളി. കാർഡിയാക് ട്രോളി കേട്ടിട്ടുണ്ടോ? എന്താണ് കാർഡിയാക് ട്രോളി എന്ന് പറയുന്നത്? നമുക്ക് ഈ ഹാർട്ടിന് അല്ലെ, ഹൃദയ സംബന്ധമായി എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർക്ക് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്കിടെ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കേട്ടോ. ഹൃദയ സംബന്ധമായിട്ട് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകാനുള്ള ട്രോളിയാണ് കാർഡിയാക് ട്രോളി. അത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ട്രോളിയാണ് കാർഡിയാക് ട്രോളി. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ അല്ലെ, കാർഡിയാക് എന്ന് പറഞ്ഞാൽ ഹൃദയ സംബന്ധമായി. ഇനി നോക്കിയേ, അത് നോക്കിയേ എന്താണ്? ഡിഫിബ്രില്ലേറ്റേഴ്സ് ഹാസ് ടു ബി റീഡിലി അവൈലബിൾ. എന്തുകൂടി വേണം? എന്തുകൂടെ കേട്ടിട്ടുണ്ടോ ഡിഫിബ്രില്ലേറ്റർ എന്ന് പറയുന്നത്? നമുക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ CPR അല്ലെ, CPR കൊടുക്കുക എന്നുള്ളതാണ്. CPR കൊടുത്തിട്ടും നമുക്ക് ബ്രീത്തിങ് നോർമൽ ആകണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയിലൊക്കെ ആണെങ്കിലും ഈ ചെസ്റ്റിന് രണ്ട് പിടിക്കുന്ന പോലെ സാധനം വെച്ചിട്ട് ചെസ്റ്റിൽ ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു പെട്ടെന്ന് ഒരു ചെറുപ്പോട് കൂടി ബ്രീത്തിങ് കിട്ടുന്നത്, അതാണ് ഡിഫിബ്രില്ലേറ്റർ. നമുക്ക് ഇവിടെ ആംബുലൻസ് സർവീസിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ഡിഫിബ്രില്ലേറ്റർ എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. അപ്പൊ എന്താണ്? ഹാർട്ടിനെ നമുക്ക് പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ. ഓക്കെ, defibrillators are devices that apply an electric charges or current to the heart to resume normal heartbeat. ഇത് ഏതുണ്ട് അവിടെ നമ്മൾ പഠിക്കേണ്ടത്? ജസ്റ്റ് ഒന്ന് ഇത്രയൊന്ന് നോക്കാം. ഹാർട്ടിനെ പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഡിഫിബ്രില്ലേറ്റർ. അത്രയൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഹാർട്ടിനെ പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻ, അതാണ് ഡിഫിബ്രില്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ ഈ കാർഡിയാക് ട്രോളി വിത്ത് ഡിഫിബ്രില്ലേറ്റേഴ്സ് ആർ ബി റീഡിലി അവൈലബിൾ. അത് എന്താണ്? എളുപ്പത്തിന് എന്താ ലഭ്യമായിരിക്കണം. അപ്പൊ ആ ഡിഫിബ്രില്ലേറ്റേഴ്സ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ അതുൾപ്പെടെയുള്ള ട്രോളി അത് അവൈലബിൾ ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? കാർഡിയാക് ട്രോളി വിത്ത് ഡിഫിബ്രില്ലേറ്റർ. ഡിഫിബ്രില്ലേറ്ററോട് കൂടിയ കാർഡിയാക് ട്രോളി ഓപ്പറേഷൻ തിയേറ്ററിൽ എളുപ്പത്തിന് ലഭ്യമായിരിക്കണം. ഇനി ഡു ഓൾ പേഴ്സണൽ നോ ഇറ്റ്സ് ലൊക്കേഷൻ. എല്ലാ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും ഓരോ എക്യുപ്മെന്റ്സും എവിടെയാണ് വെക്കുന്നത് അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയിരിക്കണം. അതിപ്പോ എവിടെ എടുക്കാൻ പറഞ്ഞ് പെട്ടെന്ന് ഓടിച്ചെന്ന് എടുക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ഥാനം അറിയണ്ടേ അല്ലെ? നമ്മുടെ വീട്ടിൽ ഓരോന്ന് നമ്മൾ കറക്റ്റ് പൊസിഷനിലല്ലേ വെക്കുന്നേ. അവിടെ എവിടെയൊക്കെ വാരിയിട്ടോ നമ്മളെല്ലാം അടക്കി പറക്കി ഓരോന്നിനും ഓരോ സ്ഥാനം ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് എടുക്കാൻ പറ്റും അല്ലെ? ആരെങ്കിലും പറഞ്ഞാൽ അതൊന്നും എടുത്തേന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും ചെന്നെടുക്കാം ഒരു കറക്റ്റ് പൊസിഷൻ വെക്കുകയാണെങ്കിൽ. ഇവിടെ ആ ഒരു പൊസിഷൻ അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓരോ എക്യുപ്മെന്റ്സുകളും എവിടെയാണ് ഇരിക്കുന്നത് അതിന്റെ പൊസിഷൻ അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും മനസ്സിലാക്കിയിരിക്കണം.
specific duties of each person to be performed in connection with the emergency equipment, checking of medicines which are expired at a preventive maintenance of the equipment. ഇനി പ്രത്യേക ഡ്യൂട്ടികൾ ഓക്കെ specific duty of each person to be performed in connection with the emergency equipment checking. ഓക്കെ അപ്പൊ ഈ എന്താ പറയാ നമ്മള് ഈ പ്രത്യേക ഈ ആ തിയേറ്ററിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ആ പേഴ്സൺ പ്രത്യേക ഡ്യൂട്ടികൾ പെർഫോം ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കണം. എമർജൻസി എക്യുപ്മെന്റ് ചെക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യേക ഡ്യൂട്ടീസ് നിർവഹിക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ എക്യുപ്മെന്റ്സ് നോർമൽ വർക്കിംഗ് ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നോക്കിയേ ചെക്കിംഗ് ഓഫ് മെഡിസിൻസ് വിച്ച് ആർ എമർജൻസി എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ആ ഒരു പേഴ്സണൽ അവിടുത്തെ സ്റ്റാഫുകൾ നിർവഹിക്കണം. പിന്നെ അടുത്തതിനകത്ത് പറയുന്നത് ചെക്കിംഗ് ഓഫ് മെഡിസിൻ വിച്ച് ആർ എക്സ്പയർഡ്. എക്സ്പയർഡ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പയർഡ് ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അവിടെ ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ഒക്കെ ഉണ്ടോ, അതും ചെക്ക് ചെയ്യണം. പിന്നെ ആൻഡ് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് ദ എക്യുപ്മെന്റ്സ് ചീത്തയാവാതിരിക്കാനുള്ള പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രതിരോധ പരിപാടികളും ചെയ്യണം. 3 പോയിന്റ് അവിടെ കിട്ടിയോന്ന് നോക്കിയേ. എമർജൻസി എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് അവർ നിർവഹിക്കണം. പിന്നെ ഈ എക്സ്പയർഡ് ആയിട്ടുള്ള നമുക്ക് കാലഹരണ പെറ്റുപോയിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത മെഡിസിൻസ് ചെക്ക് ചെയ്യണം. പിന്നെ എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് നമുക്ക് പ്രതിരോധ അറ്റകുറ്റപ്പണികൾ ചെയ്യണം. കിട്ടിയ പോയിന്റ്സ് 3 എമർജൻസി എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് നിർവഹിക്കണം. ഒന്നാമത് കിട്ടിയില്ലേ? അത് 3 പറഞ്ഞാൽ മതി, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. എമർജൻസി എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് നിർവഹിക്കണം. പിന്നെ എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകള് അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് നോക്കണം. ക്ലിയർ ആയില്ലേ ഇപ്പൊ? 3. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ. അതിനകത്ത് 3 പോയിന്റ് ഉണ്ട് അല്ലെ. എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റ് ഡ്യൂട്ടീസ് 3 പോയിന്റ്സ് പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ കാർഡിയാക് നമുക്ക് ട്രോളി, അതെല്ലാം ഡിഫിബ്രിലേറ്ററോട് കൂടിയ ഒരു കാർഡിയാക് ട്രോളി ഓപ്പറേഷൻ തിയേറ്ററിൽ ലഭ്യമായിരിക്കണം, എളുപ്പത്തിൽ ലഭ്യമായിരിക്കണം. എല്ലാ സ്റ്റാഫുകളും എന്താണ് ആ ഓരോ എക്യുപ്മെന്റ്സ് എവിടെയാണ് വെക്കുന്നത് എന്നുള്ളതിന്റെ പൊസിഷൻ മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ അവർ അറിഞ്ഞിരിക്കണം. പിന്നെ എമർജൻസി എക്യുപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടീസ് നിർവഹിക്കണം. എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ചെക്ക് ചെയ്യണം. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് നോക്കണം. എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് നോക്കണം. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഇനി അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യന്റിന്റെ സംരക്ഷണത്തിനുള്ള സ്റ്റാൻഡേർഡ് പോളിസികള് എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുന്ന ഹോസ്പിറ്റൽ ഭരണത്തിന് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിലുള്ള പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പോളിസികള്, അത് അഡ്മിനിസ്ട്രേഷനിൽ ആ പോളിസി ഉൾപ്പെട്ടിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അത് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് ഇൻവോൾവ് സ്റ്റാൻഡേർഡ് പോളിസീസ്. എന്തിനു വേണ്ടിയാ? ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ പേഷ്യന്റ്. എവിടത്തെ? ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. കിട്ടിയ? ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷനുമായിട്ട് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് പോളിസികള്, നയങ്ങള് ഈ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെട്ടിരിക്കണം. ആ കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി നോക്കിയേ. ഫസ്റ്റ് എന്താ? മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. കണ്ടോ? ആദ്യം തന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ അറിഞ്ഞിരിക്കേണ്ട പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെത്തേഡ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് വേണ്ടേ? ഇനി അല്ലെങ്കിൽ ആള് മാറി വല്ല സർജറി ചെയ്താലോ? ഓരോ പേഷ്യന്റിന്റെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ്. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? അതിനുള്ള മെത്തേഡ് ഏതെങ്കിലും ഒരു മെത്തേഡ് പറയൂ. പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ്.
ഐശ്വര്യക്ക് പറയാൻ പറ്റുമോ? അഞ്ജനയ്ക്കോ? ഫാത്തിമ? ഞാൻ സ്ക്രീനിൽ കാണുന്നവർക്കിടെയാട്ടോ പറ്റാം. കൃഷ്ണ? നെയിം നമ്പർ. ഓക്കെ, വെരി ഗുഡ്. നെയിം. അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു നെയിം ടാഗ് ഉണ്ടാവും ഇല്ലേ? നമ്മള് സർജറി ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒരു ടാഗ് ഇടൂലേ? അത് തന്നെയാണ് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളത്. അപ്പൊ നമ്മൾക്ക് ആ ടാഗിലുണ്ടല്ലോ പേരുണ്ട്, നമ്മുടെ ടീച്ചറുടെ പേരുകളൊക്കെ ആ ടാഗിലുണ്ട്. MRD, അത് ശരിയാണ്, MRD നമ്പർ അല്ലെ? അപ്പൊ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മുടെ മെയിൻ ആയിട്ട് പറയുന്നത് നെയിം ടാഗ് തന്നെയാണ് കേട്ടോ. ആ കയ്യിലുണ്ടാവും അവർക്കടെ. അപ്പൊ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ മെത്തേഡ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആളുമാറി വലിയ സർജറി ഒക്കെ ചെയ്താലോ അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അല്ലെ? ആ കറക്റ്റ് ആയിട്ട് ആ പേഷ്യന്റിന്റെ സർജറിക്ക് ഇന്ന പേഷ്യന്റ് ആണ്, ആ റെക്കോർഡിലുള്ള പേഷ്യന്റ് തന്നെയാണ് ഇത് എന്നൊക്കെ ഉറപ്പ് വരുത്താനായിട്ട് ആ നെയിം ടാഗ് വേണം. ആ മെത്തേഡ് നമ്മൾ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തണം. എന്തിനു വേണ്ടി ഇത് ചെയ്യണേ? പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അല്ലെ? പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അടുത്ത് നോക്കിയേ, റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യന്റ് ഡ്യൂറിങ് മൂവ്മെന്റ്. കണ്ടോ? റീസ്ട്രെയിനിങ് നമ്മള് രോഗികളെ തിരിച്ചറിയുന്നതിനുള്ള, നമ്മൾ രോഗികളുടെ മൂവ്മെന്റ് ഇല്ലേ അത് നിയന്ത്രിക്കുക അതാണ് കേട്ടോ. റീസ്ട്രെയിനിങ് എന്ന് പറയാൻ നിയന്ത്രിക്കുക. പേഷ്യന്റ് ഡ്യൂറിങ് മൂവ്മെന്റ്സ്, അതായത് പേഷ്യന്റിന്റെ മൂവ്മെന്റ്, ആ പേഷ്യന്റ് അപ്പൊ അവർക്കൊരു റെസ്ട്രിക്ഷൻ, റീസ്ട്രെയിനിങ്, ഒരു നിയന്ത്രണം വേണമെന്ന്. അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മള് പിന്നെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൂടെയൊക്കെ പേഷ്യന്റിന് വിടുവോ? പേഷ്യന്റ് ഓടിച്ചാടി നടക്കാൻ പറ്റുമോ അതിൽ കൂടെയൊക്കെ? നമ്മളൊരു തിയേറ്ററിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പേഷ്യന്റിന്റെ മൂവ്മെന്റ് അല്ലെ, മൂവ്മെന്റ് ഒരു നിയന്ത്രണം വേണം. രണ്ടാമത്തെ പോയിന്റ് കിട്ടിയോ? റീസ്ട്രെയിനിങ്, നിയന്ത്രണം. റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. ഉണ്ടോ? മൂവ്മെന്റ് സമയത്ത് അല്ലെങ്കിൽ അവരെ മൂവ് ചെയ്യിക്കുമ്പോഴൊക്കെ ഒരു നിയന്ത്രണം വേണം. പിന്നെ അടുത്ത് നോക്കിയേ, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിങ്. പിന്നെ ഒരു കാര്യമാണ് എന്താ, ഈ പേഷ്യൻസിനെ തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഈ ഓപ്പറേഷൻ ടേബിളില് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണം. പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ. കണ്ടോ? ഓപ്പറേറ്റിംഗ് ടേബിളില് പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണം. വൈൽ എപ്പോഴാ? ടേണിംഗ് ഓർ ട്രാൻസ്ഫറിങ്, അവരെ തിരിക്കുമ്പോഴോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ. ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന പ്രോട്ടോകോളുകൾ അവര് ആ പോളിസി അത് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഇൻഫെക്ഷനെയൊക്കെ തടയുന്ന പ്രോട്ടോകോൾസ്. 4 പോയിന്റ് ക്ലിയർ ആണോ നോക്കിയേ? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് വേണം, പേഷ്യന്റിന്റെ മൂവ്മെന്റിന് നിയന്ത്രണം വേണം, പിന്നെ അടുത്ത പേഷ്യന്റിനെ ടേൺ ചെയ്യുമ്പോഴോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ ഓപ്പറേറ്റിംഗ് ടേബിളിലെ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ വേണം, പിന്നെ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രോട്ടോകോളുകൾ. ക്ലിയർ ആയോ നോക്കിയേ പോയിന്റ്സ്? ഇതൊക്കെ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. എവിടത്തെ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ഓക്കെ, സിനിയോടെ കൈയടി കിട്ടിയിട്ട് ക്ലിയർ ആയിരുന്നു ഒരാളോട് മെസ്സേജ് അടിച്ചിട്ടുണ്ട്. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 4 പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് റിക്കവറി റൂം. അപ്പൊ ഇനി സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കൊണ്ടുവരികയല്ല, അവര് റിക്കവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ? ഈ ഒബ്സർവേഷൻ റൂം അങ്ങോട്ടേക്ക് മാറ്റും. അപ്പൊ പേഷ്യന്റ് ഒബ്സർവേഷൻ ടു ബി പെർഫോംഡ് എവറി 15 minutes. അണ്ടർലൈൻ ചെയ്തിട്ടോ അത്. പേഷ്യന്റിന്റെ ഒബ്സർവേഷൻ നമ്മൾ എങ്ങനെയാണ്? ഓരോ 15 minutes, 15 മിനിറ്റ് കൂടുമ്പോഴും അവരെ ഒബ്സർവ് ചെയ്യും. പെർഫോം ചെയ്യാന്ന് വെച്ചാൽ നിർവഹിക്കുക കേട്ടോ. Patient observation to be performed every 15 minutes after the surgery. സർജറി ചെയ്ത് നമ്മൾ കിടത്തി കഴിഞ്ഞ് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പേഷ്യന്റ് ഒബ്സർവ് ചെയ്യും. ഇൻക്ലൂഡിങ് വൈറ്റൽ സൈൻസ്, സുപ്രധാനമായിട്ടുള്ള അടയാളങ്ങള്, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെ, അവരുടെ ബോധം സുബോധമായോ അല്ലെങ്കിൽ ബോധം വന്നോ, അവരുടെ ആ ഒരു കോൺഷ്യസ്നെസ്, ബ്ലീഡിങ്, ഇനി എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്ത് മാറ്റി ഇടയ്ക്ക് വന്ന ബ്ലീഡിങ് ഒക്കെ ഉണ്ടോ? നിങ്ങളെയൊക്കെ ഡെലിവറി ചെയ്തപ്പോ അങ്ങനെ വന്ന് നോക്കിയില്ലേ? ഒബ്സർവ് ചെയ്തില്ലേ? എന്നിട്ട് നമ്മളോട് വന്ന് ചോദിച്ചില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്ലീഡിങ് കൂടെ ഉണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ വന്ന് ചോദിച്ചില്ലേ? അങ്ങനെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. എന്തൊക്കെ നോക്കുന്നേ? ഒബ്സർവേഷൻ 15 minutes ആണെന്ന് പറഞ്ഞു. സർജറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വൈറ്റൽ, എന്തെങ്കിലും സുപ്രധാനമായി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ബ്ലീഡിങ്, ഇതെല്ലാം നോക്കും.
all equipment, next point, all equipment should be ready on demand. എല്ലാ equipmentsഉം demand അനുസരിച്ച് എങ്ങനെയാണ് റെഡി ആയിരിക്കണം, റെഡി ഓൺ ഡിമാൻഡ് അല്ലെ. ഡിമാൻഡ് അനുസരിച്ച് എല്ലാ equipmentsഉം റെഡി ആയിരിക്കണം. റിക്കവറി റൂമിലുള്ള കാര്യം കേട്ടോ, എല്ലാ equipmentsഉം റെഡി ആയിരിക്കണം. ഓക്കെ, വല്ല നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് റിക്കവറി റൂമിൽ ഒബ്സർവേഷൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പാകത്തിനുള്ള എല്ലാ equipmentsഉം അവിടെ റെഡി ആയിരിക്കണം. പിന്നെ റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. പിന്നെ അടുത്ത വിസിറ്റേഴ്സിന് അങ്ങനെ കയറ്റി ഒബ്സർവേഷൻ റൂമിലേക്ക് അങ്ങനെ കേട്ടോ, വിസിറ്റേഴ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലെ. ഇനി എന്തെങ്കിലും ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി മാത്രം ഒരാൾക്ക് മാത്രം കയറാം അല്ലെ. അല്ല എല്ലാവരും നമ്മുടെ റൂമില് അല്ലെങ്കിൽ വാർഡിൽ നമ്മൾ കിടക്കുമ്പോ വന്ന് കാണണമല്ലേ, ഈ റിക്കവറി റൂമിലേക്ക് വന്ന് കാണാൻ പറ്റിയ പേഷ്യന്റിനെ കാണോ. അവിടെ ഒരു റെസ്ട്രിക്ഷൻ, ഒരു നിയന്ത്രണമുണ്ട്, വിസിറ്റേഴ്സിന് ഒരു നിയന്ത്രണമുണ്ട്. എന്തിനു വേണ്ടിയാ? എല്ലാവരെയും കടന്നു വിടാതെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചേക്കണ എന്തിനു വേണ്ടിയാ? ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അല്ലെങ്കിൽ കുറെ ആളുകൾ വരികയാണെങ്കിൽ അവരിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ആ സർജറി ചെയ്ത് കിടക്കുന്ന പേഷ്യന്റ് ആണ് അല്ലെ, അവർക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിസിറ്റേഴ്സിനെ എന്ത് ചെയ്യണം? റെസ്ട്രിക്ഷൻ, അവരെ നിയന്ത്രണം വേണം, ഒരു നിയന്ത്രണം കൊടുക്കണം. ക്ലിയർ ആയോ നോക്കിയാൽ റിക്കവറി റൂമിലെ 3 പോയിന്റ്സ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശരി, ഓക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്തത് ഒരു കാര്യം കൂടി ഉള്ളൂ കേട്ടോ, നമ്മുടെ ചാപ്റ്റർ തീരുവാണ്. ഓൾമോസ്റ്റ് ഒരുവിധം കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ. ഇനി അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങള്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണ്ട കേട്ടോ. എല്ലാ ചാപ്റ്ററിലും നമ്മൾ പഠിക്കുമ്പോൾ മിക്ക ചാപ്റ്ററുകളിലും റെസ്പോൺസിബിലിറ്റി പഠിക്കാറുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന്. ഇനി അഥവാ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 2 രീതിയിൽ അവിടെ ചോദിക്കാൻ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഒന്നിനെയും റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ നമുക്ക് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അങ്ങനെയായിരിക്കും അങ്ങ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ പോയിന്റ്സ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ, ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ആൻസർ അവിടെ ഉണ്ടല്ലോ, ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി, ഫലപ്രദമായി സുഗമമായി നടത്തുക. എങ്ങനെയാണ്? ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്, പേഷ്യൻസിനെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യും, അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഡിപ്പാർട്ട്മെന്റ് നല്ല സ്മൂത്തായിട്ട് സുഗമമായി ഫലപ്രദമായിട്ട് അല്ലെ, ഫലപ്രദമായും ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യിക്കുക അല്ലെ, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടു പോകുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? Keep the department running smoothly and effectively by greeting and welcoming patient. Clear ആണോ? Okay. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ, അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. ആ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനോട് മറുപടി പറയണം, അവരുടെ ഡൗട്ടുകള് ക്ലിയർ ചെയ്യണം. ക്ലിയർ അല്ലേ? ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പിന്നെ പറയാതെ പിന്നെ വേറെ ആളെങ്കിലും ചോദിക്കുക, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അവരെന്ത് ക്വസ്റ്റ്യൻ നമ്മൾക്ക് അവർക്ക് അറിയില്ല എന്നിട്ടല്ലേ ചോദിക്കുന്നത്. അപ്പൊ അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ അതിന് ആൻസർ പറഞ്ഞു കൊടുക്കണം. അവരുടെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. 2 പോയിന്റ് കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കിയേ, ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ചെയ്യേണ്ടത് അടുത്തത് എന്താണ്? ഒരു റെസ്പോൺസിബിലിറ്റി. ദീസ് വർക്കേഴ്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ് that include voicemail and phone system, machines, copiers and scanners, and also maintain and organize department supplies. These workers operate office equipment. അപ്പൊ അവിടുത്തെ വർക്കേഴ്സ് ഓഫീസ് എക്യുപ്മെന്റ്സുകളൊക്കെ കൈകാര്യം ഓപ്പറേറ്റ് ചെയ്യുക, പ്രവർത്തിപ്പിക്കുന്ന ആ വർക്കേഴ്സ് അതിനകത്ത് ഉൾപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? വോയിസ് മെയിലുകള് അല്ലെ,
അതൊക്കെ നമ്മള് ഈ ഓഫീസ് വർക്കുകളാണ് അല്ലെ, ഓഫീസ് എക്യുപ്മെന്റ് അല്ലെ, അത് പ്രവർത്തിപ്പിക്കുക, ഓഫീസിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന വർക്കേഴ്സ്, ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. വോയിസ് മെയില്, പിന്നെ ഫോണുകൾ, സിസ്റ്റം, മെഷീനുകൾ, കോപ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ആട്ടോ, കോപ്പി ചെയ്യുന്നതിനുള്ള എക്യുപ്മെന്റ്, സ്കാനറുകൾ, ഇതൊക്കെ അറിയാലോ, സ്കാനറുകൾ, ഇങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സും, ഓഫീസ് എക്യുപ്മെന്റ്സും എന്ത് ചെയ്യണം, അത് ഓപ്പറേറ്റ് ചെയ്യാൻ, പ്രവർത്തിപ്പിക്കാനും, അതിന് വർക്കേഴ്സ് ആണ് അത് ചെയ്യുന്നെങ്കിൽ അവരെ ഒന്ന് മേൽനോട്ടം ചെയ്യുകയും വേണം. ആൻഡ് ഓൾസോ മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈസ്, എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ, നിലനിർത്തുക, ഓർഗനൈസ്, സംഘടിപ്പിക്കുക, മെയിൻറ്റെയിൻ ആൻഡ് ഓർഗനൈസ് ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ, ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സപ്ലൈകള് സംഘടിപ്പിക്കുകയും അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് പരിപാലിക്കുകയും ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിയേ. They accept and route messages and transfer correspondence. Correspondence എന്ന് പറഞ്ഞാൽ കത്തിടപാടുകള്, verbally or through right forms. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, എന്താ, സ്വീകരിക്കുക. ആൻഡ് റൂട്ട് മെസ്സേജ് ആൻഡ് ട്രാൻസ്ഫർ കറസ്പോണ്ടൻസ്, മെസ്സേജുകളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക, പിന്നെ ട്രാൻസ്ഫർ ചെയ്യുക, കത്തിടപാടുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക, അത് വാക്കുകൊണ്ടാണെങ്കിൽ വെർബലിയോ അല്ലെങ്കിൽ റിട്ടേൺ ഫോമില്. അപ്പൊ ഇങ്ങനെയുള്ള കത്തിടപാടുകളുടെ കാര്യങ്ങള് അല്ലെ, മെസ്സേജുകൾ, ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യുക, അതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വാക്കാലോ അല്ലെങ്കിൽ റിട്ടേൺ ഫോമിലോ ഒക്കെ അത് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇതും ആർക്കിടെയാണ്, ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. പിന്നെ നോക്കിയേ, അഡീഷണൽ ഡ്യൂട്ടീസ് കൺസിസ്റ്റ് ഓഫ് ടേക്കിംഗ് സ്പെസിമെൻ ടു ദ ലാബ്. അഡീഷണൽ ഡ്യൂട്ടി ആണ് എന്താ, ടേക്കിംഗ് സ്പെസിമെൻ, ലാബിലേക്കുള്ള സ്പെസിമെൻസുകള്, സാമ്പിളുകള്, സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ സാമ്പിള്, ലാബിലേക്കുള്ള സ്പെസിമെൻ, അത് ഈ സാമ്പിളുകള് എന്ത് ചെയ്യുക, എടുക്കുക. ഹെൽപ്പ് ഇൻ ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ, അവിടുത്തെ ഷെഡ്യൂൾ ചെയ്യാൻ, പ്രൊസീജിയർ ഷെഡ്യൂൾ ചെയ്യാൻ. അത് സപ്പോർട്ടിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് വെഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ വെഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക. അത് അവിടുത്തെ ഓരോ കാര്യങ്ങളും ഷെഡ്യൂളിംഗ് പ്രോസസ് അല്ലെ, ഷെഡ്യൂൾ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നേ, സ്പെസിമെൻ, ലാബിലേക്കുള്ള സാമ്പിളുകള് എടുക്കാനായിട്ട് അല്ലെ, എടുക്കാനായിട്ട് അങ്ങനെ അഡീഷണൽ ഡ്യൂട്ടി ആട്ടോ, ലാബിലേക്കുള്ള സ്പെസിമെനുകള്, സാമ്പിളുകള് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ, അവിടുത്തെ ഷെഡ്യൂളിംഗ് പ്രൊസീജിയർ നടപ്പിലാക്കുക. സപ്പോർട്ടിംഗ് ദി ഡിപ്പാർട്ട്മെന്റ് ത്രൂ അപ്ഡേറ്റിംഗ് വെഡ് സ്റ്റാറ്റസ്, വെഡ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഷെഡ്യൂളിംഗ് പ്രൊസീജിയറിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. അടുത്തത് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, മെയിൻറ്റെയിനിങ് ക്ലീൻനെസ് ആൻഡ് ഓർഡർലിനെസ് ലൈക്ക് ക്ലീനിങ് their station. their station ക്ലീൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ക്ലീനിങ് ഡ്യൂട്ടീസ്. ഓർഡർലിനെസ് എന്ന് പറഞ്ഞാൽ ചിട്ട അല്ലെ, ചിട്ടയൊക്കെ പാലിക്കുക, ക്ലീൻനെസ്, വൃത്തിയും ചിട്ടയും എല്ലാം പാലിക്കുക. ക്ലീനിങ് ഡ്യൂട്ടീസ്, their സ്റ്റേഷനിലെ ക്ലീനിങ് ഡ്യൂട്ടീസ് പോലെയുള്ള ക്ലീനിങ്ങുകള്, പിന്നെ അതുപോലെ എല്ലാം കറക്റ്റ് ഓർഡറിൽ ചിട്ടയില് വേണം അല്ലെ, അതെല്ലാം എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അവിടെ ഇവിടെ സാധനങ്ങളൊക്കെ വാരി വലിച്ചിടാതെയും റെക്കോർഡുകളും ഇതെല്ലാം എന്താ, ഒരു വൃത്തിയും ചിട്ടയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് നോക്കി, എക്സിക്യൂട്ടീവ് സെക്രട്ടറി മേ ഓൾസോ ബി റെസ്പോൺസിബിൾ ഫോർ മാനേജിംഗ് ആൻഡ് ട്രെയിനിങ് ന്യൂ ക്ലറിക്കൽ സ്റ്റാഫ് വിത്തിൻ ദ ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. എന്ത് ചെയ്യുന്നു, ഓരോരുത്തരും മാനേജിംഗ് ആൻഡ് ട്രെയിനിങ് കൈകാര്യം ചെയ്യുന്നു, അവരെ പരിശീലിപ്പിക്കുന്നു. ആരെയാ, ക്ലറിക്കൽ സ്റ്റാഫ്, പുതിയതായിട്ടുള്ള ക്ലറിക്കൽ സ്റ്റാഫുകളെ ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്ക് മാനേജ് ചെയ്യുന്നു, അവരെ കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. എവിടത്തെയാണ്, ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റ്. ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിലുള്ള പുതിയതായിട്ടുള്ള ക്ലറിക്കൽ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യാനും അവരെ ട്രെയിനിങ് ചെയ്യാനും അവർക്ക് വേണ്ട കൈകാര്യം ചെയ്തിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക കേട്ടോ. നിർദ്ദേശങ്ങൾ കൊടുക്കാനും ട്രെയിനിങ് കൊടുക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉണ്ട്. ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉണ്ട്. ഈ പോയിന്റ്സ് 2, 4, 6, 7 പോയിന്റ് ഉള്ളത്, ഇതൊന്ന് കണ്ടു ഐഡന്റിഫൈ ചെയ്യാമോ?
ഒരു പ്രാവശ്യം കൂടി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പാടില്ലേ? ഓക്കെ, ക്ലിയർ ആയോ? പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്യണ്ട, ഇങ്ങനെയുള്ള പോയിന്റ്സ് ബൈഹാർട്ട് ചെയ്യണ്ട, നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആയോ? യെസ്. ഇനി അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു കേട്ടോ. അടുത്തൊരു ചാപ്റ്റർ ഇതിനകത്ത് നമുക്ക് വന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ വന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇനി വെന്റിലേറ്റർ. ഈ ഒരു ചാപ്റ്റർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്കാണ് കയറുന്നത്. വെന്റിലേറ്റർ. ആരെങ്കിലും ഇവിടെ വെന്റിലേറ്ററിൽ കിടന്നുണ്ടോ? എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? നോ, ഇല്ല. ഓക്കെ, നല്ല കാര്യം. ആർക്കും മുന്നേ വെന്റിലേറ്ററിന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല അല്ലേ? നോ, എല്ലാവരും തന്നെ നോയോടെ ഷെയർ ചെയ്യട്ടെ. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്, കുഞ്ഞു ചാപ്റ്റർ ആട്ടോ. ഷെയർ ചെയ്തിട്ടേക്കുന്ന സ്ക്രീൻ കാണണ്ടോ നോക്കി. വെന്റിലേറ്റർ, വെന്റിലേറ്റർ കേട്ടിട്ടുണ്ടല്ലോ വെന്റിലേറ്ററിന് അല്ലേ? എന്താണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്? ഉണ്ട്, കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ വെറുതെ ചെയ്തിട്ടുണ്ട്. വെന്റിലേറ്റർ എന്താണ് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാവുന്ന? വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ ഭാഷയിൽ എന്തെന്നാ മനസ്സിലാക്കുന്നത് വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ? എന്തിനാ നമ്മൾ വെന്റിലേറ്ററിൽ പേഷ്യന്റിനെ ഒക്കെ എടുക്കുന്നത്? അത് ഈ വെന്റിലേറ്റർ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആക്സിഡന്റ് ഒക്കെ പറ്റി ഇച്ചിരി ക്രിട്ടിക്കലൊക്കെ ആണെങ്കിൽ പറയൂലേ വെന്റിലേറ്ററിലാണ് ആള്, നമുക്ക് പറയാറില്ലേ? എന്താ വെന്റിലേറ്റർ? നമ്മൾക്ക് ലൈഫ് സേവിങ്. ഓക്കെ, വെരി ഗുഡ്. ലൈഫിനെ നമ്മൾ സേവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? ആ, ശരിയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അപ്പൊ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നോർമൽ ആയിട്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തപ്പോൾ, നമുക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ ആരാ? ലങ്സ് അല്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ശ്വസിക്കാനായിട്ട് അല്ലെ? ആ, ലങ്സ്. അപ്പൊ ലങ്സിന് അതിന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്തപ്പോൾ, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നമുക്ക് ശ്വസിക്കാൻ പറ്റാത്തപ്പോൾ ലങ്സിന്റെ വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ലങ്സ് എന്താ ചെയ്യുന്നേ? അതാണ് വെന്റിലേറ്റർ ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ പറയും നമുക്ക് ഒരു മിനിറ്റ് പോലും ഇങ്ങനെ വായ അടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടാതെ ആർട്ടിഫിഷ്യൽ ബ്രീത്ത്. ശരിയാണ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്രീത്തിങ് വെച്ച് കൊടുക്കുകയാണ് അല്ലെ? ലങ്സിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പേഷ്യന്റ് ക്രിട്ടിക്കൽ ആയി മാറുന്നതും നമ്മൾ വെന്റിലേറ്റർ ഉപയോഗിക്കുന്നതും. അതായത് എന്താ? ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ബ്രീത്തിങ് കൊടുക്കുക ചെയ്യുന്നതല്ലേ? അവർക്കിടെ ലൈഫ് സേവിങ് ആണ്. നമുക്ക് അവർക്കിടെ ജീവൻ നിലനിർത്താനുള്ള ഒരു കാര്യം. ബ്രീത്ത് ചെയ്യാതെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ആക്സിഡന്റ് ഒക്കെ പറ്റി ഒത്തിരി ക്രിട്ടിക്കൽ ആയിട്ടില്ലേ? നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ശ്വസിക്കാൻ പറ്റാത്തവർക്ക് എന്ത് ചെയ്യും? വെന്റിലേറ്ററിലേക്ക് ആക്കും. അപ്പൊ നോർമലി എന്ത് ചെയ്യുന്നു? അവരിങ്ങനെ ബ്രീത്തിങ് അവര് പോലും അറിയില്ലാതെ അല്ലെ? അവർക്ക് പോലും അറിയാൻ പറ്റാതെ ബ്രീത്തിങ് ഒക്കെ കൊടുക്കാൻ പറ്റും. എന്താ പറഞ്ഞത്? ലങ്സ് ചെയ്യുന്ന ജോലി എന്താണോ ആ ജോലി ചെയ്യുന്നതാണ് വെന്റിലേറ്റർ. നമുക്ക് ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൊടുക്കുക ചെയ്യുന്നത് അല്ലെ? എയർ കൊടുക്കുക ചെയ്യുന്നത്. നോക്കി ഇൻട്രൊഡക്ഷൻ നോക്കി. എ മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഡാഷ് ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക്. ലങ്സിന്റെ വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന എക്യുപ്മെന്റ് പേരെന്താണ്? വെന്റിലേറ്റർ. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദ ലങ്സ് വർക്ക് അങ്ങനെ ചോദിക്കാം. നിങ്ങൾ ആൻസർ എന്ത് എഴുതും? വെന്റിലേറ്റർ എഴുതൂലേ?
കിട്ടിയില്ലേ? ലങ്സിന്റെ വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ലൈഫ് സേവിംഗ് മെഷീൻ. കണ്ട ഇവിടെ ചിലര് മെസ്സേജ് ഇട്ടു, വെന്റിലേറ്റർ എന്ന് പറഞ്ഞ എന്താ, ഒരു ലൈഫ് സേവിംഗ് മെഷീൻ ആണ്, നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു മെഷീൻ ആണ്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ എ കണ്ടീഷൻ ദാറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ടു ബ്രീത്ത് പ്രോപ്പർലി ഓർ വെൻ we can't breathe at all, നമുക്ക് ശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ, അല്ലെ, ശ്വസിക്കാൻ പ്രയാസമുള്ള അവസ്ഥയിലാണെങ്കിൽ ആ പേഷ്യന്റിന്റെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന മെഷീനാണ് വെന്റിലേറ്റർ. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ, മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അല്ലെ, പേഷ്യന്റ് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തപ്പോഴോ, അല്ലെങ്കിൽ ആ ബ്രീത്തിങ്ങില് ആ കണ്ടീഷനില് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തില് അവരെ ജീവൻ നിലനിർത്താൻ, അല്ലെ, ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ. A ventilator helps to pump air in and out of the lungs so the body can get the oxygen required. എന്ത് ചെയ്യാം? സാധാരണ പോലെ അല്ലെ, വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി എന്ത് ചെയ്യുന്നു, നമ്മള് എയർ ഭാഗത്തേക്ക് ലങ്സിലേക്ക് എടുക്കുന്നു, ലങ്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ അതുവഴി എന്ത് ചെയ്യുന്നു, നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ആവശ്യമായിട്ടുള്ള, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എന്ത് ചെയ്യുന്നു, കിട്ടുന്നു, ലഭിക്കാൻ സഹായിക്കുന്നു. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. മൂന്നാമത്തെ സെന്റൻസ്, വെന്റിലേറ്റർ helps to pump air in and out of the lungs so the body can get the oxygen it requires. Ventilator help ചെയ്യും. The patient may wear befitting mask to help get oxygen from the ventilator into the lungs. അപ്പൊ നോർമൽ ആണെങ്കിൽ, നോർമല് വലിയ അത്ര ക്രിട്ടിക്കൽ അല്ലെങ്കിൽ, ഇപ്പൊ പേഷ്യൻസ് കോൺഷ്യസ് ആയിട്ട് ബോധമുള്ള ഒരു പേഷ്യന്റ് ആണ്, നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ, നോൺ ഇൻവാസീവ്, അതായത് നമുക്ക് എന്താ, മാസ്ക് വെച്ചാൽ മതി. മാസ്ക് വെച്ചിട്ടാണ്, അതായത് ഈ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളോട് കോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് ഇല്ലേ, കുറച്ച് ബോധമൊക്കെ ഉള്ള പേഷ്യൻസ്, നമ്മളോട് കോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇവിടെ നോൺ ഇൻവാസീവ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡ് ആട്ടോ. നോൺ ഇൻവാസീവ് ആയിട്ട്, അതായത് അവിടെ മാസ്ക് മതി അവർക്ക്, അല്ലെ, അപ്പൊ അവർക്ക് കുറച്ച് ബോധമുണ്ട്. ചിലരൊക്കെ മാസ്ക് ഒക്കെ വെച്ചാൽ കട്ടിയൊക്കെ കളയും, ബോധം ഇല്ലാത്തവര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇല്ലേ, അല്ലെങ്കിൽ തീരെ ഒട്ടും പറ്റാത്തവര്, അങ്ങനെയുള്ളവർക്കാണ് അടുത്ത മെത്തേഡ് കൊടുക്കുന്നത്. അവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കി, ഇപ്പൊ നോർമൽ ആണെങ്കിൽ പേഷ്യൻസ് കോൺഷ്യസ് ആണ്, നമ്മളോട് കോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവിടെ എന്ത് മതി, മാസ്ക് മതി. മാസ്കിലൂടെ നമുക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. The patient may wear a befitting mask to help get oxygen from the ventilator into the lungs. വെന്റിലേറ്ററിൽ നിന്ന് ഓക്സിജൻ ഏരിയ കൂടെ കൊടുക്കുന്നേ, മാസ്കിലൂടെ. മനസ്സിലാവുന്നില്ലേ? നോൺ ഇൻവാസീവ് മെത്തേഡ് ആണ്, അതായത് വെന്റിലേറ്ററിൽ കൂടെ മാസ്ക് വഴിയാണ് അവർക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. Or if the patient condition is more critical, ഇനി കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, breathing tube may be pressed down to throat and to supply lung with oxygen. അപ്പൊ കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ വായു കൂടെ ഇറക്കി നമ്മുടെ തൊണ്ടിലൂടെ എന്താ, നമ്മുടെ നമുക്ക് ഇറക്കി നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലങ്സിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്. രണ്ട് രീതിയിലും കൊടുക്കാം നമുക്ക്. പേഷ്യന്റ് നോർമൽ ആണ്, കോപ്പറേറ്റീവ് ആണെങ്കിൽ വെന്റിലേറ്ററിൽ നിന്ന് നേരെ മാസ്ക് വഴി ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാം. ഇനി പേഷ്യന്റിന്റെ കണ്ടീഷൻ അവിടെ ക്രിട്ടിക്കൽ ആണെങ്കിൽ അതിന് പകരം എന്ത് ഉപയോഗിക്കണം, ബ്രീത്തിങ് ട്യൂബ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇഫ് ദ പേഷ്യന്റ് കണ്ടീഷൻ ഈസ് മോർ ക്രിട്ടിക്കൽ, ബ്രീത്തിങ് ട്യൂബ് ഈസ് യൂസ്ഡ്, അല്ലെ, ബ്രീത്തിങ് ട്യൂബ് ഉപയോഗിക്കും. അതെന്താ, ആ ബ്രീത്തിങ് ട്യൂബ് നമ്മുടെ വായു കൂടെ തൊണ്ടയിലേക്കൂടെ ഇങ്ങനെ ഇറക്കുക ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ട്യൂബ് വഴി, ബ്രീത്തിങ് ട്യൂബ് വഴി നമുക്ക് എന്ത് ചെയ്യുന്നു, ലങ്സിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാട്ടോ. പേഷ്യന്റിന്റെ കണ്ടീഷൻ നോർമൽ ആണെങ്കിൽ അവിടെ മാസ്കും, ക്രിട്ടിക്കൽ ആണെങ്കിൽ ബ്രീത്തിങ് ട്യൂബുമാണ്, ട്യൂബും വഴിയാണ് നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? രണ്ട് കാര്യം നോട്ട് ചെയ്തോ അവിടെ. സാധാരണ രീതിയിലാണെങ്കിൽ വെന്റിലേറ്ററിന് നേരെ മാസ്ക് വഴി കൊടുക്കും.
ലങ്സിലേക്ക് ഓക്സിജൻ കൊടുക്കും. ഇനി കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആണെങ്കിൽ അവിടെ ഇൻവാസീവ് മെത്തേഡ് ആണ്. അതായത് എന്താ ചെയ്യുന്നത്, അവിടെ നമ്മൾ ഈ ബ്രീത്തിങ് ട്യൂബ് എടുത്തിട്ട് വായു കൂടെ തൊണ്ടേക്കൂടെ ഇറങ്ങി ലങ്സിലേക്ക് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ഇനി വെന്റിലേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് അതർ നെയിംസ് ദേ ആർ. ഇനി വെന്റിലേറ്ററിനെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ബ്രീത്തിങ് മെഷീൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ. അണ്ടർലൈൻ ചെയ്തോ. A ventilator is also known as by other names. They are breathing machine, mechanical ventilation. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. വെന്റിലേറ്റർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകൾ എന്തെന്നൊക്കെ അറിയപ്പെടുന്നു? ബ്രീത്തിങ് മെഷീൻ, മെക്കാനിക്കൽ വെന്റിലേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ അത്. Okay. Some of the health condition that may require ventilator. Ventilator ആവശ്യമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസ്, ചില ഹെൽത്ത് കണ്ടീഷൻ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നത്? എക്സാമിന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ കേട്ടോ. പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഒന്ന് രണ്ട് അതിനകത്ത് പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്താൽ മതി. അപ്പൊ അതിനകത്ത് ഏതൊക്കെ ഇങ്ങനെ ചോദിക്കാം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ വെന്റിലേറ്റർ ദാറ്റ് മേ റിക്വയർ വെന്റിലേറ്റർ, അങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, ഏതൊക്കെ കണ്ടീഷനിലാണ് വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻ ക്യാൻ ലീഡ് ടു ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് സച്ച് ആസ്, അല്ലെ, പല ബ്രീത്തിങ്ങിന് പ്രശ്നമുള്ള കണ്ടീഷനിലും വെന്റിലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഒരു രീതിക്ക് മാത്രമാണോ? പല ടൈപ്പ് ഹെൽത്ത് കണ്ടീഷൻസും ക്യാൻ ലീഡ് ടു ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്, അല്ലെ. നമ്മൾ പല ഇതിനകത്തും നമുക്ക് ബ്രീത്തിങ്ങിന് പ്രശ്നം ഉണ്ടാവാറില്ലേ? അല്ലെ, പല അസുഖങ്ങൾക്കും ബ്രീത്തിങ്ങിന് പ്രശ്നം ഉണ്ടാവാറില്ലേ? ഇല്ലേ? ലങ്സിന് ഇൻഫെക്ഷൻ വന്നാ ചിലപ്പോ ശരിക്കും ബ്രീത്തിങ് വരാൻ പറ്റൂല. ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ ബ്രീത്തിങ് ശരിക്കും പറ്റൂല, അല്ലെ. എന്തെങ്കിലും സ്ട്രോക്ക് വരികയാണെങ്കിൽ, കാർഡിയാക് അറസ്റ്റ്, ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഇത് വരുവാണെങ്കിൽ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ബ്രെയിനിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ബ്രീത്ത് ചെയ്യാൻ പറ്റൂല, അല്ലെ. അങ്ങനെ കുറെ കണ്ടീഷൻസ്, പല തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസിനും അതെങ്ങനെയായിരിക്കണം? ബ്രീത്തിങ്ങിന് പ്രശ്നം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷനിലും ഈ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. സച്ചാസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. നോട്ട് ചെയ്ത് വെച്ചത് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഒന്നാമത്തെ കണ്ടീഷൻ ഏതാണ്? ARDS. ആ ഒരു കണ്ടീഷനിൽ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS. അതായത് ഇതൊരു തരത്തിലുള്ള ലങ്സ് ഇൻഫെക്ഷൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ ലങ്സില് ഫ്ലൂയിഡ് ഒക്കെ നിറഞ്ഞിട്ടേ നമുക്ക് ലങ്സിന് പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റുക, ബ്രീത്തിങ് നടക്കാത്ത ഒരു കണ്ടീഷനാണത്. ബ്ലഡിന്റെ ബ്ലഡ് ലെവലൊക്കെ ബ്ലഡിലുള്ള ഓക്സിജൻ ലെവലൊക്കെ താഴ്ന്നു, ബ്ലഡിൽ ഇങ്ങനെ ഫ്ലൂയിഡ് ഒക്കെ നിറയുന്ന ഒരു കണ്ടീഷൻ. എന്താണെന്നൊന്നും ചോദിക്കൂല കേട്ടോ. ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ ഇതിനകത്ത് പഠിച്ചു വെക്കാം. ഒരു കണ്ടീഷൻ കിട്ടിയില്ലേ? ഏതൊക്കെ കണ്ടീഷൻ ആണെന്ന് എക്സാമിന് ചോദിക്കും. ഒന്നാമത്തെ കിട്ടി. ഇനി അതിന്റെ എക്സ്പാൻഡഡ് ഫോം കിട്ടിയില്ലേ? ഒരു തരത്തിലുള്ള ലങ് ഫെയിലിയർ ആണ്. അത് ലങ്സിൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് എന്ത് പറ്റുന്നു? ആ ഓക്സിജന്റെ ലെവല്, ബ്ലഡിലെ ഓക്സിജന്റെ ലെവല് കുറയുന്നു. ഓക്കെ, അതാണ് ARDS എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. ഇവിടെയും ചോദിക്കാറുണ്ട് കേട്ടോ. COPD എന്ന് പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്, COPD വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. രണ്ടാമത്തെ കണ്ടോ? എന്താ പറഞ്ഞേ? പുറത്തു നിന്നുള്ള എയറിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരിതാണ്. പുറത്തു നിന്ന് നമുക്ക് എയർ ഇങ്ങോട്ട് എടുക്കുന്നതിന് ബ്ലോക്ക് ചെയ്യുന്ന ഒരിതാണ് ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ്. എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ച്. എയർ ഫ്ലോ, നമുക്ക് എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് ബ്രീത്തിങ്ങിന് പ്രശ്നം ഉണ്ടാകും. എയർ ഫ്ലോ ബ്ലോക്ക് ചെയ്തിട്ട് ബ്രീത്തിങ്ങിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമോണറി ഡിസീസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, ആസ്മ. ആസ്മ അറിയാലോ? ആസ്മ വരിക നമുക്ക് ശ്വാസം മുട്ട് പോലെ ഇങ്ങനെ നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആസ്മ പേഷ്യൻസിന്. ആസ്മ കണ്ടീഷൻ ഉള്ളവർക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. ബ്രെയിൻ ഇഞ്ചുറി, ബ്രെയിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയാൽ, അല്ലെ,
ബ്രെയിനൊക്കെ തലയ്ക്കൊക്കെ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ പറ്റി ഇഞ്ചുറി പറ്റുവാണെങ്കിൽ നമുക്ക് എന്താ വെന്റിലേറ്ററിൽ കിടത്തും അല്ലെ, വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ കാർഡിയാക് അറസ്റ്റ്, നമുക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ നമുക്ക് ബ്രോങ്കലി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പറ്റും ഈ വെന്റിലേറ്റർ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അടുത്തത് ന്യൂമോണിയ വരുമ്പോ ന്യൂമോണിയ എന്താ, ലങ്സിലെ ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയല്ലേ അല്ലെ, പനിയൊക്കെ കൂടി നമ്മള് കഫക്കെട്ട് കൂടി ന്യൂമോണിയ എന്ന് പറയും, ലങ്സിലേക്ക് ബാധിക്കും അത് അല്ലെ. ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂമോണിയ, അങ്ങനെയുള്ള കണ്ടീഷനിൽ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറഞ്ഞാൽ ലങ്സിനെ താറുമാറാക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. നമുക്ക് എന്താ, നമ്മള് ഈ വർക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, അപ്പൊ അവരൊക്കെ ഇങ്ങനെ പുകയൊക്കെ കൂടുതൽ ശ്വസിക്കേണ്ടി വരില്ലേ, ആസ്ബറ്റോസ് ഇത് ഫാക്ടറികളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കുറെ നാള് ആ പുകയൊക്കെ ശ്വസിച്ചു കഴിഞ്ഞാല് ലങ്സിനെ താറുമാറാക്കുന്ന ഒരവസ്ഥ, അതാണ് കൊളാപ്സ്ഡ് ലങ്സ് എന്ന് പറയുന്നത്. കൊളാപ്സ്ഡ് ലങ്സ്. അടുത്തത് നോക്കിയേ, സ്ട്രോക്ക്. അറിയാലോ, സ്ട്രോക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക്, സ്ട്രോക്ക് ഒക്കെ ഹാർട്ടിന് ഒക്കെ വരില്ലേ, ഹൃദയ സംബന്ധമായിട്ട് സ്ട്രോക്ക് വരികയാണെങ്കിൽ ആ സമയത്തും വേണം. പിന്നെ അടുത്ത് നോക്കിയ കോമ സ്റ്റേജ്. കോമ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ബോധമില്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥയില്ലേ അല്ലേ. ഈ സ്ട്രോക്കിന്റെ മലയാളം എന്തുവാ, തലച്ചോറിലേക്ക് വരെ പക്ഷാഘാതം കേട്ടോ. സ്ട്രോക്ക് തലച്ചോറിലേക്ക് വരുന്ന ആ ബ്ലഡ്, രക്തക്കുഴലുകളില് ഡാമേജ് വരുമ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ബ്ലഡിന്റെ കാര്യം കേട്ടോ ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. തലച്ചോറിലേക്ക് വരുന്ന ബ്ലഡ്, രക്തക്കുഴലുകള്, അതിന് എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ വരുന്ന ആ ഒരു ബ്ലോക്ക്, ബ്രെയിനിൽ വരുന്ന പ്രശ്നം, സ്ട്രോക്ക് വരാം അല്ലെ. തലയിലൊക്കെ സ്ട്രോക്ക് വന്നു കേട്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ ആ സമയത്ത് വെന്റിലേറ്റർ വേണ്ടി വരും. കോമ ഓർ ലോസ് ഓഫ് കോൺഷ്യസ്, കോമ സ്റ്റേജിൽ കുറെ നാള് ഈ പേഷ്യൻസിന് ബോധമൊന്നുമില്ലാതെ അങ്ങനെ കിടക്കേണ്ട ഒരു അവസ്ഥയിൽ ഉപയോഗിക്കാം. ഡ്രഗ് ഓവർഡോസ്, കൂടുതലായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ, മരുന്നുകൾ അല്ലെ, നമ്മൾ സാധാരണക്കാരും കൂടുതൽ അളവിൽ ഡ്രഗ്സ് ഒക്കെ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയുള്ള ഇതുകൊണ്ട്, അപ്പൊ ആ ഒരു കണ്ടീഷനിൽ വെന്റിലേറ്റർ ഉപയോഗിക്കാം. ഹൈപ്പർ കാപ്പനിക് റെസ്പിറേറ്ററി ഫെയിലിയർ. ഓക്കെ, ഹൈപ്പർ കാപ്പനിക് റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് നമുക്ക് ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു ഫെയിലിയർ തന്നെയാണ്. ബ്ലഡില് കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു, അതാണ് ബ്ലഡില് കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരും. അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയണമെന്നുള്ളൂ കേട്ടോ, ഡീറ്റെയിൽ ഒന്നും വേണ്ട. ഏതൊക്കെ കണ്ടീഷൻ ആണെന്ന് മാത്രം, ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷനിൽ വെന്റിലേറ്റർ ഉപയോഗിക്കണമെന്ന് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഹൈപ്പർ കാപ്പനിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് വെച്ചാൽ എന്താ, ഈ നമുക്ക് ഇതൊരു റെസ്പിറേറ്ററി ഫെയിലിയർ ആണ്, അതായത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വരും. അപ്പൊ അതിനെ നമുക്ക് പുറന്തള്ളപ്പെടാൻ പറ്റൂല. കാർബൺ ഡൈ ഓക്സൈഡിനെ കളയണ്ടേ പുറത്തേക്ക്, നമുക്ക് അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ അധികം പുറത്തേക്ക് കളയാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അടുത്താണ് ലങ് ഇൻഫെക്ഷൻ. പനിയൊക്കെ കൂടുതലായിട്ട് ലങ്സിന് ഇൻഫെക്ഷൻ വരാം അല്ലെ. അങ്ങനെയുള്ള കണ്ടീഷനിലും ലങ്സിന് ഇൻഫെക്ഷൻ വരുമ്പോഴും വെന്റിലേറ്റർ ഉപയോഗിക്കാം. അടുത്ത മയാസ്തീനിയ ഗ്രാവിസ്. അതായത് മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസിലുകളില്ലേ, മസിൽസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയാണ്. ബോഡി, അപ്പൊ അതെന്ത് ചെയ്യുന്നു, മസിൽസ് ചുരുങ്ങുമ്പോൾ ബോഡി ഫുള്ളായിട്ട് ക്ഷീണിച്ചു പോകുന്ന ഒരവസ്ഥയാണത്. ലോങ് ടൈം ആയിട്ട് നമുക്ക് അതിന് മെഡിസിൻ കഴിക്കണം. മസിൽസുകൾ ഭയങ്കരമായിട്ട് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ, അതാണ് ഹൈപ്പർ കാപ്പനിക് മയാസ്തീനിയ ഗ്രാവിസ് കേട്ടോ. മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത് മസിൽസ്, ആ പേരിൽ തന്നെ നിങ്ങളത് നോട്ട് ചെയ്തോ. മയാസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞാൽ മസിൽസ്, മയാസ്തീനിയ എന്ന് പറഞ്ഞാൽ മസിൽസ് നോക്കാം. മസിലുകള് പൂർണ്ണമായിട്ടും നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ. അടുത്തതാണ് സെപ്സിസ്. സെപ്സിസ് എന്ന് പറഞ്ഞാൽ ആൻ ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നു കേട്ടോ. അതവിടെ തന്നിട്ടുണ്ട് നമ്മുടെ നോട്ടില്, പ്രിന്റഡ് നോട്ടിൽ. നിങ്ങളുടെ ടെക്സ്റ്റില്
ഇപ്പൊ ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന നോട്ട് നിങ്ങളുടെ ടെക്സ്റ്റില് അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് അറിയാലോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മുടെ ഈ നിങ്ങളുടെ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഈ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. എക്സ്ട്രാ പറയുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ടെക്സ്റ്റിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ടെക്സ്റ്റിൽ ഇവിടെ സെൻസസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്തിടുക. ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്, ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറി, സ്പൈനൽ കോഡിന് ഉണ്ടാവുന്ന ഇഞ്ചുറിയാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറിയാണ്. പിന്നെ അടുത്ത് പ്രീമച്ചർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ്, കുട്ടികളില് മച്ചറാകാത്ത പ്രീമച്ചർ ലങ് ഡെവലപ്മെന്റ്. പ്രോപ്പർ ആയിട്ട് ആ കുട്ടികളുടെ ലങ്സ് വർക്ക് ചെയ്യുന്നില്ല, ആ സമയത്ത് വെന്റിലേറ്റർ, ചിലപ്പോൾ ന്യൂ ബോൺ ബേബീസിനെയൊക്കെ വെന്റിലേറ്ററിലേക്ക് കയറ്റാലോ. അപ്പൊ അവർക്ക് ശരിക്കും മാസം തികയാത്ത വന്ന കുട്ടികള് അല്ലെ, അപ്പൊ അവർക്ക് ശരിക്കും ലങ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് ചിലപ്പോ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസിലും വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ഒന്ന് നോക്കിയ പോയിന്റ്സുകള്, ഏതൊക്കെ കണ്ടീഷനില് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം ഒന്ന് വായിച്ചു നോക്കിയത്. acute respiratory distress syndromes, chronic obstructive pulmonary disease, asthma, pre-injury, cardiac arrest, pneumonia related with the viral or bacterial infection, collapsed lung, stroke, coma or loss of consciousness, then drug overdose, hypercapnic respiratory failure, lung infection, myasthenia gravis, sepsis, and infection in your blood, upper spinal cord injury, premature lung development. Clear ആയോ? ഏതൊക്കെ കണ്ടീഷനിൽ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാന്ന് പറഞ്ഞ ഇതിലെ ഓപ്ഷൻസ് നന്നായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? കറക്റ്റ് ആക്കും ആൻസർ. ഈ കണ്ടീഷൻ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഈ കണ്ടീഷൻസിലൊക്കെ വെന്റിലേറ്റർ ഉപയോഗിക്കാം. കിട്ടിയോ? ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തവരുണ്ടോ? അവരും കൂടി ഒന്ന് റെക്കോർഡ് ചെയ്തേ. ചേച്ചിയാലൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ സെപ്സിസ് എന്നുള്ളത് ടെക്സ്റ്റിൽ ഉള്ളത് കൊണ്ട് അതൊന്നും നോക്കി വെക്കുക കേട്ടോ. ആൻഡ് ഇൻഫെക്ഷൻ ഇൻ യുവർ ബ്ലഡ്, ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ, അതാണ് സെപ്സിസ്. ആ ഒരു കണ്ടീഷനിലും വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. ഇനി അടുത്ത് നോക്കിയേ, ഡ്യൂറിങ് സർജറി വെന്റിലേറ്റർ ആർ നീഡ്. ഇനി സർജറി സമയത്ത് വെന്റിലേറ്റർ ഉപയോഗിക്കാം. If the patient is given general anesthesia for a surgical procedure. എന്താ general anesthesia എന്ന് പറയാം? രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ലോക്കൽ അനസ്തേഷ്യ ഉണ്ട്, ജനറൽ അനസ്തേഷ്യ ഉണ്ട്. എന്താണെന്ന് അറിയോ ഡിഫറൻസ് നിങ്ങൾക്ക്? ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്താണോ എവിടെയാണോ സർജറി ചെയ്യുന്നത് ആ ഭാഗം മാത്രം മരവിപ്പിക്കും. അതാണ് ലോക്കൽ അനസ്തേഷ്യ. ഇപ്പൊ അങ്ങനെയല്ലേ ഡെലിവറിയിലെ സിസേറിയനൊക്കെ ചെയ്യണ അങ്ങനെയല്ലേ? വയറില് ആ വയറിന്റെ ഭാഗം മാത്രം മരവിപ്പിക്കും അല്ലേ? സിസേറിയനൊക്കെ ചെയ്തവര് മൊത്തം പണ്ടത്തെ പോലെ ബോധം കെടുത്തോ? ഇല്ല അല്ലെ? ഇപ്പൊ ആ ഒരു പാർട്ട്, ആ സ്പെസിഫിക് പാർട്ട് മാത്രമേ മരവിപ്പിക്കുന്നുള്ളൂ. അതാണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാലോ ആ പേഷ്യന്റ് കംപ്ലീറ്റ് ആയിട്ട് ആ സ്ലീപ്പിംഗ് സ്റ്റേജിലേക്ക് പോകും. അവർക്കൊരു ബോധം ഉണ്ടാവില്ല അല്ലെ? പേഷ്യന്റ് കംപ്ലീറ്റ് ആയിട്ട് സ്ലീപ്പിംഗ് അവസ്ഥയിലേക്ക് പോകുന്നു. അവർക്ക് എന്താ ഒരു ബോധം ഉണ്ടാവില്ല. മെഡിസിന്റെ ആ ഒരു ഇത്ര സമയം കഴിയുമ്പോൾ അല്ലെ, പിന്നെ നമുക്ക് ആ ഒരു മെഡിസിന്റെ അനസ്തേഷ്യയുടെ ഇഫക്ട്സ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് നമ്മൾ ആ നോർമൽ ഒരു ബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഫുള്ള് നമുക്ക് എന്ത് ചെയ്താലും പണ്ടുള്ള ആരെങ്കിലും നമ്മുടെ കൂടെ ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും സിസേറിയനൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ളവരിങ്ങനെ ഒരു ആർക്കെങ്കിലും ഉണ്ടോ? ആ എക്സ്പീരിയൻസ് ഉണ്ടോ? ജനറൽ അനസ്തേഷ്യ കൊടുത്തിട്ടുള്ളത് ഉണ്ടോ? ഉണ്ടോ? ഇല്ല, കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്റെയൊക്കെ സിസേറിയനില് ലോക്കൽ അനസ്തേഷ്യ ആയിരുന്നു. പക്ഷെ എന്റെ അമ്മയുടെയൊക്കെ, അതായത് ഞാനുണ്ടായത് ആ അമ്മയുടെ സർജറി ഒക്കെ അമ്മ പറയണേക്കാം, അന്നൊക്കെ ഇത്രയും ഇതില്ല. അവർക്കപ്പൊ ജനറൽ അനസ്തേഷ്യ ആയിരുന്നു. ഫുള്ളായിട്ട് ബോധം കെട്ടു പോകും അവർക്ക്. ഒരു
ഇത് റെസ്പോൺസ് ഒന്നും അറിയില്ല. പിന്നെ ആ ഒരു ടൈം കഴിഞ്ഞ് അതിന്റെ ആ ഒരു എത്ര സമയം എടുക്കുമല്ലോ ആ സ്ലീപ്പിംഗ് സ്റ്റേജിൽ നിന്ന് ഇരിക്കാൻ, അതിനുശേഷമാണ് അവർക്ക് ബോധം വരുള്ളൂ. എന്തായാലും ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താന്നുള്ള കാര്യം? മനസ്സിലായില്ലേ? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ. ഇനി ഇവിടെ നോക്കിയാൽ if the patient is given general anesthesia for surgical procedure, സർജിക്കൽ പ്രൊസീജിയറിൽ ജനറൽ അനസ്തേഷ്യ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് is required to be a ventilated while sleeping. അപ്പൊ അവർക്ക് എന്ത് വേണം? പൂർണ്ണമായിട്ട് ബോധമില്ല. പിന്നെ ബോധം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് എന്ത് വേണം? നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. അപ്പൊ എന്ത് പറയാ? വെന്റിലേറ്റർ വേണം. This is due to some anesthesia drugs can make it difficult for the patient to breathe properly on its own while in sleeping state. എന്താ സർജറി സമയത്ത് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യൻസ് കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പൊ ആ സമയത്ത് എന്ത് വേണം? വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരും. ചില അനസ്തേഷ്യ മരുന്നുകൾ കൊടുക്കപ്പെടും അല്ലെ, അത് കാരണം നമുക്ക് ആ സ്ലീപ്പിംഗ് പോലുള്ള അവസ്ഥയിൽ പേഷ്യൻസിന് സ്വയം ശ്വസിക്കാനായിട്ട് ശരിയായി ശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. ആ സമയത്തും ഏത് വേണം? വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. തന്നെ പേഷ്യൻസിന് ബ്രീത്ത് ചെയ്യാൻ, പേഷ്യൻസിന് ടു ബ്രീത്ത് പ്രോപ്പർലി, കേട്ടോ, ഡിഫിക്കൽട്ട് ഫോർ ബ്രീത്ത് ടു പ്രോപ്പർലി, ബ്രീത്തിങ് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത ആ ബുദ്ധിമുട്ടുള്ളപ്പോഴും നമുക്ക് ഈ വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോഴും ഇനി നമുക്ക് ഈ അനസ്തേഷ്യ ഡ്രഗ്സ് ഒക്കെ അങ്ങനെ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ട് പേഷ്യൻസിന് ബ്രീത്ത് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ആ സമയത്ത് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. അടുത്ത നോക്കിയാൽ വിത്ത് സർജറി ദ പേഷ്യന്റ് നീഡ് to be on ventilator for a period hours. Okay, ഏതൊക്കെ സമയത്താണ് വെന്റിലേറ്റർ നോക്കിയേ? With surgery the patient need to be on ventilator for a period as follows. ഒരു ശസ്ത്രക്രിയയ്ക്കൊപ്പം തന്നെ ഈ പേഷ്യൻസിന് ഈ പറയുന്ന രീതിയിൽ വെന്റിലേറ്ററും ഡ്യൂറിംഗ് സർജറി സമയത്ത് വേണം. A ventilator can provisionally perform the breathing for the patient while he is under general anesthesia. പറഞ്ഞ കാര്യം തന്നെയല്ലേ അല്ലേ? ജനറൽ അനസ്തേഷ്യ സമയത്ത് പേഷ്യൻസിന് നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അല്ലെ, ആ സർജറി സമയത്ത് പേഷ്യന്റിന് ബ്രീത്തിങ്ങിന് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. ഇനി രണ്ടാമത് നോക്കിയേ, റിക്കവറി ഫ്രം സർജറി. ഇനി സർജറിയിൽ നിന്ന് റിക്കവറി ചെയ്യുമ്പോൾ a patient may occasionally require a ventilator to assist with the breathing for hours or longer following particularly അവിടെ നോക്കാം. അപ്പൊ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? A ventilator may occasionally require a ventilator. A patient may occasionally require a ventilator to assist with the breathing for hours. അല്ലെ, അതായത് ചിലപ്പോൾ സർജറി കഴിഞ്ഞ അപ്പൊ തന്നെ പേഷ്യൻസിന് ആ ഒരു ബോധത്തിലേക്ക് വരുമെന്ന് ഇല്ല അല്ലെ, നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിലും ശസ്ത്രക്രിയയിൽ നിന്ന് നമുക്കത് ശരിയായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ അത് റിക്കവറി ചെയ്യുന്ന ആ ടൈം വരേക്കും അല്ലെ, ഒരു പേഷ്യന്റിന് മണിക്കൂറോളോ അതിൽ കൂടുതലോ അവസ്ഥയിൽ ശ്വസിക്കാൻ ചിലപ്പോൾ തന്നെ ശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്തും ഏത് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. മനസ്സിലായോ? രണ്ട് കാര്യം സർജറി സമയത്ത് വേണ്ടി വരാം. ഈ സർജറിയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും റിക്കവറി ചെയ്യുന്ന സമയം വരേക്കും അവർക്ക് ബ്രീത്തിങ് ചിലപ്പോൾ പറ്റില്ല, നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. ആ സമയത്തും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാം. മനസ്സിലായോ? വെന്റിലേറ്റർ പേഷ്യന്റ് നീഡ് ടു ബി ഓൺ വെന്റിലേറ്റർ. ഏതൊക്കെ സമയത്താണ് വെന്റിലേറ്റർ വേണ്ടി വരിക? സർജറി സമയത്ത് വേണം. അതായത് ജനറൽ അനസ്തേഷ്യ കൊടുത്ത് നമ്മൾ സർജറി ചെയ്യുമ്പോൾ വെന്റിലേറ്റർ വേണ്ടി വരാം. ഇനി സർജറിയിൽ നിന്ന് റിക്കവറി പൂർണ്ണമായിട്ടും റിക്കവർ ആവുന്ന ആ ടൈം വരേക്കും വെന്റിലേറ്റർ വേണ്ടി വരാം. മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി വെന്റിലേറ്റർ won't cure illness. എന്താ വെന്റിലേറ്റർ എന്താണ്? നമുക്ക് ചില എന്താ ചെയ്യുന്ന വെന്റിലേറ്റർ ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ, എന്നല്ലാതെ നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ഇല്ലസിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. രോഗം മാറ്റാൻ പറ്റുമോ?
വെന്റിലേറ്റർ വോണ്ട് ക്യൂർ ആൻ ഇൽനെസ്. വെന്റിലേറ്ററിന് രോഗം മാറ്റാൻ പറ്റില്ല. എന്താ? ആ ബ്രീത്തിങ്ങിനെ സഹായിക്കാം, പേഷ്യന്റിന് ബ്രീത്തിങ് നിലനിർത്താൻ സഹായിക്കുക എന്നല്ലാതെ നമുക്ക് വെന്റിലേറ്ററിന് രോഗം മാറ്റാൻ പറ്റില്ല. കുറച്ച് സമയത്തേക്ക് വേണമെങ്കിൽ ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യാം, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ വെന്റിലേറ്റർ വോണ്ട് ക്യൂർ ആൻ ഇൽനെസ്, വെന്റിലേറ്റർ രോഗം മാറ്റില്ല. Then a ventilator responsibility is to maintain then അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റ് രണ്ടെണ്ണം നോട്ട് ചെയ്തോ കേട്ടോ. അവിടെ അണ്ടർലൈൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ സമയത്ത് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരാന്നുള്ള രണ്ടും നോക്കി വെച്ചോ കേട്ടോ. ഡ്യൂറിങ് സർജറി, റിക്കവറി ഫ്രം സർജറി, രണ്ടെണ്ണം. പിന്നെ നമ്മൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗങ്ങൾക്കുള്ള ഒരു മരുന്നല്ല. വെന്റിലേറ്റർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് ബ്രീത്തിങ് while the body battle an infection, disease or heals from trauma. പല പല അസുഖങ്ങൾക്ക് ബോഡി ബാറ്റിൽ യുദ്ധം അല്ലെ, ബോഡി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ട്രോമയിൽ നിന്ന് ബോഡിനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ സമയത്ത് എന്താണ്? നമുക്ക് പേഷ്യന്റിന്റെ ബ്രീത്തിങ് നിലനിർത്താൻ സഹായിക്കുക എന്നതാണ് വെന്റിലേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി. ഇത്രയൊന്ന് നോട്ട് ചെയ്തിട്ട്, എ വെന്റിലേറ്റർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു മെയിൻറ്റെയിൻ ദ പേഷ്യന്റ് ബ്രീത്തിങ്. അത്രയും മതി, അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ട്രബിൾ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു, ബ്രീത്തിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലാതെ വെന്റിലേറ്റർ അസുഖം ഒന്നും മാറ്റില്ല. മനസ്സിലായില്ലേ? പാരഗ്രാഫ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടോ, എന്തെങ്കിലും രോഗം കാരണോ, ട്രോമ സ്റ്റേജിലോ എന്തെങ്കിലും മുറിവൊക്കെ പറ്റി കിടക്കുന്ന പേഷ്യൻസിന് അതിനോട് യുദ്ധം ചെയ്യാനായിട്ട് അല്ലെ, അതിൽ നിന്ന് നമുക്ക് കരകയറണ്ടേ. ആ ഒരു സമയത്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ സിറ്റുവേഷൻസിന് പേഷ്യന്റിനെ ബ്രീത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യന്റ് ബ്രീത്തിങ് നിലനിർത്തുക എന്നുള്ളതാണ് വെന്റിലേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി. ക്ലിയർ ആണോ? അത്രയും കാര്യങ്ങള് ഇത്രയും ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫില് നമ്മള് വെന്റിലേറ്റർ ഡയാതെർമി ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള മെഷീൻ, അത്രയും നോക്കിയാൽ മതി. അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും നമുക്ക് പഠിക്കാനില്ല അതിനകത്ത്, അത്രയും പഠിച്ചാൽ മതി. ഡയാതെർമി അഥവാ ചോദിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെഷീനാണ്, അത്രയും നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്താ പറയാ, നമുക്ക് ഒരുപാട് വാരി വലിച്ച് എക്സ്ട്രാ ഓരോന്നിന്റെ ഡീറ്റെയിൽ അങ്ങനെ വേണ്ട. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എക്സാമിന് നിങ്ങൾക്ക് ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ വരുള്ളൂ. നമുക്ക് ഇന്ന ടൈം കൊണ്ട് നിങ്ങളുടെ ആ പോർഷൻസ് തീർക്കണം. ഇപ്പൊ ഇതാണെങ്കിൽ ഓരോന്ന് ഡീറ്റെയിൽ ഞാൻ വേണമെങ്കിൽ തരാം നിങ്ങൾക്ക് എല്ലാത്തിനും, പക്ഷെ അതിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ. അതാണ്. പിന്നെ ആ സെപ്സിസ് എന്നുള്ളത് എടുത്ത് പറഞ്ഞതിന്റെ ഇതുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റില് അത് പ്രത്യേകിച്ച് പറഞ്ഞത് കൊണ്ട് മാത്രം. നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പൊ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങൾ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, അത്രയും ഇത് വേണ്ട. പിന്നെ അഥവാ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഗൂഗിളിലോ എന്തെങ്കിലും ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് അറിയുന്നില്ല. നമുക്ക് നിങ്ങൾക്ക് അറിയാലോ, ഈ ലിമിറ്റഡ് ടൈം കൊണ്ട് നമ്മൾ ഇത്രയും പോർഷൻസ് തീർക്കണം. അപ്പോ നമുക്ക് പഠിക്കാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പൊ പ്രൊസീജിയറായി കിട്ടും. എങ്ങനെയാണെന്നുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയണത് താല്പര്യമില്ലെങ്കിൽ നിങ്ങളത് ഡീറ്റെയിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ഇത്രയും മാത്രം പഠിച്ചു വെക്കാം. ഒരു ബ്രീതിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വിഷയം, അതാണ് ഡയാതെർമി എന്ന് പറയുന്നത്. ബ്രീതിങ് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത്രയൊന്ന് വായിച്ചു വെക്കാം. ഇന്ന് നമ്മൾ എടുത്ത അത്രയും വരെ കേട്ടോ. ഇതിന്റെ ആണെങ്കിലും ഡീറ്റെയിൽ ഒന്നും പഠിക്കണ്ട, നമ്മൾ വെറുതെ എന്തെങ്കിലും സമയം കളയുന്ന ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ ജസ്റ്റ് ഏതൊരു സിറ്റുവേഷൻ കണ്ടീഷൻ ആണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. സക്സസ് എന്നുള്ളത് തന്നിട്ടുള്ളത് കൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഏതൊക്കെ സമയത്താണ് പേഷ്യന്റിന് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നത്, ആ കാര്യങ്ങൾ കൂടി 2 പോയിന്റ് ഉണ്ട്, അത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് ഒന്ന് വായിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.